Why no one is responding? എട്ട്. ഓക്കെ. പിന്നെ അടുത്തത് 12. ഓക്കെ. നെക്സ്റ്റ് 8. 25 mm 8 ഓക്കെ. ഓക്കെ. ബട്ട് അബൌട്ട് ദ ഗേൾസ് ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. വാട്ട് അബൌട്ട് ദ ഗേൾസ്? ഗേൾസ് ആരുമില്ലേ? ഓക്കെ. 8. അക്ഷയ PP, അനുപമ, ആര്യ, ആതിര TV, അധുന പോലെ റെസ്പോണ്ട് ചെയ്തു. ഓക്കെ. ഓക്കെ. ഇപ്പൊ ഓൾമോസ്റ്റ്. അപ്പൊ നിങ്ങൾ അത് ആ ഒരു പോയിന്റ്, അതായത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നുള്ള ഒരു പോയിന്റ് മനസ്സിൽ വിചാരിച്ചിട്ട് വേണം നിങ്ങൾ നമ്പർ ഓഫ് ബാർസ് ചൂസ് ചെയ്യാൻ. ഓക്കെ. സോ എല്ലാവർക്കും സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? സോ നമ്പർ ഓഫ് ബാർസ് നമ്മൾ ചൂസ് ചെയ്തു. സോ നമ്പർ ഓഫ് ബാർസ് വെച്ചിട്ട് ഇപ്പൊ നിങ്ങൾ എത്രയാണോ നമ്പർ ഓഫ് ബാർസ് എടുത്തതെന്ന് വെച്ചാൽ അത് നമ്മൾ അതിന്റെ AST പ്രൊവൈഡർ നിങ്ങൾ എടുത്തെഴുതാം. ഓക്കെ. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ AST റിക്വയർഡ്. ഓക്കെ. നമുക്ക് ദിസ് ഈസ് AST റിക്വയർഡ്. Okay, so 30 centimeter square എന്ന് പറഞ്ഞാൽ that is the AST that is required as per the calculation. നമുക്ക് വേണ്ട AST required ആണ് എന്ത് 36 centimeter square. ഓക്കെ. ഇനി നിങ്ങൾ ടേബിൾ നോക്കി SP16 പേജ് നമ്പർ 229 പേജ് 95 നോക്കിയിട്ട് നിങ്ങൾ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്, ഇത്ര നമ്പർ ഓഫ് ബാർസ് ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എത്രയാണെന്ന് വെച്ചാൽ അതാണ് നിങ്ങൾ AST പ്രൊവൈഡ്, നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന നമ്പർ ഓഫ് ബാർസ് ആണത്. ഓക്കെ. സോ AST പ്രൊവൈഡഡ് ഇസ് ഈക്വൽ ടു എത്ര നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നിങ്ങൾ എടുത്തെഴുതാം. ഓക്കെ. AST പ്രൊവൈഡ് എത്ര നിങ്ങൾ കൊടുക്കുന്നത് വെച്ചാൽ അത് നിങ്ങൾ എടുത്തെഴുതാം. സപ്പോസ് ഇപ്പം ഒരാൾ കൊടുത്തിരിക്കുന്ന 25 mm ഡയമീറ്റർ ബാർസിന്റെ 8. ഓക്കെ. സോ 25 mm ഡയമീറ്റർ ബാർസ് 8 കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് 39.27 mm സ്ക്വയർ, റൈറ്റ്? ഓക്കെ. 39.27 സെന്റിമീറ്റർ സ്ക്വയർ അങ്ങനെ വരും. ഓക്കെ. പിന്നെ 12 നമ്പർ ഓഫ് ബാർസ് കൊടുത്തവരുണ്ട്. ഓക്കെ. 20 mm 12 നമ്പർ ഓഫ് ബാർസ് കൊടുത്തത് ദാറ്റ് വിൽ ബി അറൌണ്ട് 37.69 mm square വരും. Okay, if you are providing 12 numbers of 20 mm diameter bars, you will get around 37.69 mm square. So that is the AST that you have provided. Okay, അപ്പൊ ആ AST എത്ര പ്രൊവൈഡ് നിങ്ങൾ എടുത്തെഴുതുക. അതായത് ഫോർ എക്സാമ്പിൾ ഓക്കെ. സോ ഇത് നോക്കൂ, ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് AST പ്രൊവൈഡ്. സപ്പോസ് യു ഹാവ് പ്രൊവൈഡഡ് 25 mm ബാർസിന്റെ 8 കൊടുത്തെന്ന് വിചാരിക്കാം. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ലൈക്ക് 25 mm ബാർസിന്റെ 8 ഇതാണ് AST പ്രൊവൈഡ്. യുവർ AST പ്രൊവൈഡ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് കിട്ടും. ദാറ്റ് ഇസ് 39.27 mm സ്ക്വയർ. ഓക്കെ. 39.27 സെന്റിമീറ്റർ സ്ക്വയർ. പിന്നെ 12 mm ഡയമീറ്റർ ബാർസിന്റെ അത് എടുക്കുക. 12 mm ഡയമീറ്റർ ബാർസ് ആണ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി 36.69 mm സ്ക്വയർ. അപ്പം അങ്ങനെ ഏത് നമ്പർ ഓഫ് ബാർസ് ആണ് നിങ്ങൾ കൊടുത്തത് നോക്കിയിട്ട് AST പ്രൊവൈഡഡ് SP16 ഡയറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതുക. സോ ദാറ്റ് ഇസ് വിൽ ബി യുവർ AST പ്രൊവൈഡഡ്. ഓക്കെ. സോ ദാറ്റ് വിൽ ബി യുവർ AST പ്രൊവൈഡഡ്. ഓക്കെ. ഇപ്പം എല്ലാവർക്കും വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. ആരും ആരുടെയും വാല്യൂ അപ്പുറം നോക്കിയിട്ട് വാല്യൂ മാറ്റരുത്. കണ്ടിന്യൂ വിത്ത് യുവർ ഓൺ വാല്യൂ. ഓക്കെ.
ഓക്കെ. സോ അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 14 നമ്പർ 20 ഡയമീറ്റർ ബാർസിന്റെ 14 എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അറൌണ്ട് 43.98 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് 36നേക്കാളും കുറച്ച് കൂടുതൽ വാല്യൂ കയറ്റി എടുത്തതാണ്. പ്രശ്നമൊന്നുമില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അത് ഓരോ ഡിസൈനറിന്റെ ചോയ്സ് ആണ്. അതായത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ഓരോരുത്തർ രീതിയിൽ എടുക്കുന്നതാണ്. ഓക്കെ, അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എടുത്തിരിക്കുന്ന AST പ്രൊവൈഡഡ് 43.98 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഒരു റിവേഴ്സ് പ്രോസസ്സിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ AST പ്രൊവൈഡ് നമ്മൾ കണ്ടുപിടിച്ചു. നൗ യു ആർ ഗോയിങ് ടു എ റിവേഴ്സ് പ്രോസസ്. ഓക്കെ, റിവേഴ്സ് പ്രോസസ് എന്ന് വെച്ചാൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന AST വെച്ചിട്ട് എത്രയാണ് റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോ എന്ന് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, ആസ് പെർ ദ പ്രൊവൈഡഡ് AST ഇപ്പം നിങ്ങൾ കണ്ടുപിടിച്ചു, അത് 12 പുതിയ AST ഉണ്ട്. ഓക്കെ, സോ ആസ് പെർ ദ പ്രൊവൈഡഡ് AST എത്രയാണ് നിങ്ങളുടെ റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോ? ഓക്കെ, അത് നമ്മൾ റിവേഴ്സ് പ്രോസസ്സിൽ കണ്ടുപിടിക്കണം. സോ ദിസ് ഇക്വേഷൻ വി നോ റൈറ്റ്, വി ആർ ഫെമിലിയർ വിത്ത് ദിസ് ഇക്വേഷൻ. ആ SP16 ആ ചാർട്ടിന്റെ മുകളിലുള്ള ഇക്വേഷൻ ആണിത്. AST is equal to PBD divided by 100. ഓക്കെ, സോ ഈ ഫോർമുലയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? P കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ P. ഓക്കെ, അത് നമ്മൾ പ്രൊവൈഡ് ചെയ്ത AST വെച്ചിട്ട് എത്രയാണ് ശരിക്കുമുള്ള റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോ എന്ന്. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. AST നിങ്ങൾക്ക് എത്ര കിട്ടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ വാല്യൂ നിങ്ങൾ നോക്കുക വേണ്ട, നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ. ഓക്കെ, നിങ്ങളിപ്പോൾ പ്രൊവൈഡ് ചെയ്ത വാല്യൂ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, AST പ്രൊവൈഡഡ് ഇൻറ്റു B 400 ആണ്, D വിൽ ബി 600 ഡിവൈഡ് ബൈ 100. ആസ് പെർ ഇറ്റ് ഹൗ മച്ച് ഈസ് യുവർ റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോ? P എത്രയെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതുക. ഓക്കെ, നിങ്ങളുടെ റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോ എത്രയാണോ അത് നിങ്ങൾ കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചോ എല്ലാവരും? ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഈ ഒരു റേഷ്യോ P/FCK. നമ്മുടെ SP16 കർവ് നമ്മൾ ഈ P/FCK ആണ് നമ്മൾ എടുക്കുന്ന കർവ്. ഓക്കെ, അപ്പോൾ P/FCK എന്നുള്ള ആ ഒരു കർവിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെക്കുകയാണ്. ജസ്റ്റ് നമുക്ക് ഇപ്പോൾ കണ്ടുപിടിച്ച് വെക്കുന്നുള്ളൂ, ഇപ്പോഴല്ല, നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആവശ്യം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് വെക്കുന്നത് മാത്രമേ ഉള്ളൂ. സോ P/FCK വി ആർ ഫെമിലിയർ ബിക്കോസ് SP16 എല്ലാ ചാർട്ടിനകത്തും എങ്ങനെയാണ് ആ കർവ് വന്നിരിക്കുന്നത്? കർവ് എങ്ങനെ പ്ലോട്ട്? P/FCK റീഇൻഫോഴ്സ്മെന്റ് റേഷ്യോന്റെ കർവ് ആണ് അവർ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അത് ജസ്റ്റ് ആ റേഷ്യോ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെക്കുന്നുള്ളൂ. കുറച്ച് നമുക്ക് അതിൻ്റെ ആവശ്യം വരും, അവിടെ ഇരിക്കട്ടെ. ഓക്കെ, സോ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. Next, coming to the step number 5, you have to calculate uniaxial moment capacity. So what do you mean by uniaxial moment capacity? പ്രത്യേകിച്ച് ഒന്നുമില്ല, പേര് പോലെ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സോ വളരെ സിമ്പിൾ ആണ്. യൂണിയാക്സിയൽ മൊമെന്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ യൂണിയാക്സിയൽ, ആ പേര് തന്നെ ഉണ്ട്. ദിസ് ഈസ് എ കോളം, റൈറ്റ്? അപ്പം ഇതാണ് അതിൻ്റെ ഇങ്ങനെയാണ് അതിൻ്റെ X ഡയറക്ഷൻ, Y ഡയറക്ഷൻ. ഓക്കെ, യൂണിയാക്സിയൽ എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് one direction. Biaxial means two direction. Okay, so uniaxial എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇത് നമ്മുടെ കോളമാണ്. ഈ കോളത്തിനകത്ത് എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ഓക്കെ, ഇഫ് ദിസ് ഇസ് ലൈക്ക് ദിസ്, ഇവിടെയാണ് നമ്മുടെ ലോഡ് ആക്ട് ചെയ്യുന്നത്, എക്സെൻട്രിക്കലി ലോഡഡ് ആണ്. സോ എന്ത് സംഭവിക്കുന്നത്? രണ്ട് ഡയറക്ഷനിലും, X ഡയറക്ഷനിലും Y ഡയറക്ഷനിലും ബെൻഡിങ് ഉണ്ട്. വി ഓൾ നോ ഇറ്റ്, റൈറ്റ്? X ഡയറക്ഷനിലും Y ഡയറക്ഷനിലും ബെൻഡിങ്ങും ഉണ്ട്, X ഡയറക്ഷനിലും Y ഡയറക്ഷനിലും മൂവ്മെന്റ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഇനി ഒരു ഡയറക്ഷനിൽ എത്രയാണ് മാക്സിമം മൊമെന്റ് കപ്പാസിറ്റി എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ യൂണിയാക്സിയൽ മൊമെന്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, X ഡയറക്ഷനിൽ. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ X നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, സോ X ഡയറക്ഷനിലേക്കുള്ള മാക്സിമം, അതായത് ഈ ഡയറക്ഷനിലുള്ള X ഡയറക്ഷനിലുള്ള യൂണിയാക്സിയൽ, അത് ഈ ഒരൊറ്റ ഡയറക്ഷനിൽ നമ്മളിപ്പം X എടുക്കുമ്പോൾ X മാത്രം എടുക്കുന്നത്, വേറെ എടുക്കുന്നില്ല. ഓക്കെ, സോ ഈ ഒരു ഡയറക്ഷനിൽ, X ഡയറക്ഷനിൽ മാത്രമുള്ള മൊമെന്റ് കപ്പാസിറ്റി എത്ര, അതായത് ഈ X ഡയറക്ഷനിൽ എത്രത്തോളം മൊമെന്റ് എടുക്കാൻ പറ്റും, ദാറ്റ് ഈസ് യൂണിയാക്സിയൽ മൊമെന്റ് കപ്പാസിറ്റി. സോ യു ഗോട്ട് മൈ പോയിന്റ്? ഓക്കെ, സോ X ഡയറക്ഷനിൽ എത്രത്തോളം മൊമെന്റ് എടുക്കാൻ പറ്റും, ദാറ്റ് ഈസ് യൂണിയാക്സിയൽ മൊമെന്റ് കപ്പാസിറ്റി.
Okay, അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും. സോ ഫസ്റ്റ് യു ആർ സ്റ്റാർട്ടിംഗ് വിത്ത് എക്സ്. സോ സ്റ്റെപ്പ് നമ്പർ 5, കാൽക്കുലേഷൻ ഓഫ് MUX1, ദാറ്റ് ഈസ് യൂണി ആക്സിയൽ മൊമെന്റ് കപ്പാസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ. എക്സ് ഡയറക്ഷനിൽ എത്രത്തോളം ലോഡ് എടുക്കാൻ മൊമെന്റ് ഉണ്ടെന്ന്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് വി ആർ ഓൾസോ ഗോയിങ് ഫോർ എ റിവേഴ്സ് പ്രോസസ്. നമ്മളിപ്പോൾ ഇത്രയും നേരം ചെയ്തതിൻ്റെ ഒരു റിവേഴ്സ് പ്രോസസ്സിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, സെയിം പ്രൊസീജിയർ, ലോഞ്ചിറ്റ്യൂണൽ റീഇൻഫോഴ്സ്മെന്റ് കാണാൻ ഉപയോഗിച്ച സെയിം പ്രൊസീജിയർ ആണ്, ബട്ട് വി ആർ ഗോയിങ് ഇൻ എ റിവേഴ്സ് മാനർ. ഓക്കെ, അപ്പൊ എങ്ങനെ നമ്മൾ ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. നമ്മുടെ ഈ ഒരു ഇക്വേഷനിലെ നോക്കൂ, MU/FCK/BD². അപ്പം ഈ ഒരു ഇക്വേഷനിൽ what you are doing is that from this equation you will find out MU. This is my uniaxial moment capacity. Okay, so ഈ ഒരു ഇക്വേഷനിൽ you will find out moment. അപ്പം റിവേഴ്സ് പ്രോസസ് ആണ്, നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഇസ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് D'/D റേഷ്യോ. ഓൾറെഡി നമുക്കറിയാം D'/D റേഷ്യോ നമുക്കറിയാം 60/6, and that is 0.1. Okay, next is PU/FCK/B into D. എത്രയാണ് അത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചാണ് ഇതിന് മുന്നേ. നോക്കൂ, PU/FCK വാല്യൂ ഒക്കെ നമുക്കറിയാം അല്ലേ, 0.5 ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. അപ്പൊ ആ വാല്യൂ ഇവിടെ എടുത്തെഴുതാം. ഓക്കെ, സോ ആ വാല്യൂ നമ്മളിവിടെ എടുത്തെഴുതാം. P/FCK. ഓക്കെ, ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, മൊമെന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് മൊമെന്റ്. സോ MU ഡിവൈഡഡ് ബൈ, ഇപ്പൊ നമ്മൾ സാധാരണ എങ്ങനെ ചെയ്യാം, D'/D PU/FCK/BD കഴിഞ്ഞാൽ നെക്സ്റ്റ് വാട്ട് വിൽ യു ഫൈൻഡ് ഔട്ട്, യു വിൽ ഫൈൻഡ് ഔട്ട് MUX ഡിവൈഡ് ബൈ FCK/BD². പക്ഷെ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് വേണം നമുക്ക് ഈ MU കണ്ടുപിടിക്കാൻ. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ P/FCK എന്നുള്ള റേഷ്യോ നമ്മൾ ഇവിടെ എടുത്തെഴുതാൻ. നേരത്തെ ഇവിടെ കണ്ടുപിടിച്ച P/FCK എന്നുള്ള റേഷ്യോ നമ്മൾ ഇവിടെ എടുത്തെഴുതുന്നു. ഓക്കെ, ഇനി ഈ 3 വാല്യൂ വെച്ചിട്ട് വി ആർ ഫൈൻഡിങ് ഔട്ട് MU/FCK/BD² റേഷ്യോ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് SP16 തന്നെ പോവാം. SP16 നമ്മുടെ സെയിം ചാർട്ട് 44. ഓക്കെ, നമ്മുടെ സെയിം ചാർട്ട് ഇതിനാണ്, നമ്മൾ വേറെ ചാർട്ടൊന്നും നമുക്ക് വരാനില്ല. ഓക്കെ, അപ്പൊ ഈ സെയിം ചാർട്ട് നമ്മൾ എടുക്കുക. SP16 ചാർട്ട് 44-നകത്ത് നമ്മൾ എന്താ ചെയ്ത ഒരു റിവേഴ്സ് പ്രോസസ് വി ആർ ഫോളോയിങ്. ഓക്കെ, സോ ഹിയർ നോക്കൂ, P/FCK വാല്യൂ എത്ര എടുത്ത് 0.5 ആണ്. P/FCK വാല്യൂ ഇസ് 0.5. ഓക്കെ, 0.5. പിന്നെ നമുക്ക് കേർവ് ആണ് നമുക്ക് അറിയുന്നത്. കേർവ് ഇസ് അബൌട്ട് 0.073 അല്ലെ, നമുക്ക് കിട്ടിയ കേർവ് ഇസ് 0.0. നിങ്ങൾക്ക് എത്ര കേർവ് കിട്ടിയെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് എത്രയാണോ കേർവ് കിട്ടിയെന്ന് വെച്ചാൽ ആ കേർവ് എടുക്കുക. ഓക്കെ, ആ കേർവ് ഇപ്പൊ എനിക്ക് ഇവിടെ കിട്ടിയ കേർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ P/FCK is equal to 0.073 ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ 0.073ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏതായിരിക്കും കേർവ് വരുന്നത് നോക്കുക. സോ ദിസ് ഇസ് 0.04, 0.06, 0.08. ഓക്കെ, അപ്പൊ ഏകദേശം ഇതിന്റെ രണ്ടിന്റെയും നടുക്കായിരിക്കും എൻ്റെ കേർവ് വരിക. ഇങ്ങനെ ആയിരിക്കും എൻ്റെ കേർവ് വരിക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കേർവ് വന്നിട്ട് ഇങ്ങനെ കേർവ് വരും. ആൻഡ് ഇഫ് ഐ ഡ്രോ ഇങ്ങനെ താഴത്തേക്ക് വരച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും എൻ്റെ MU/FCK. കുറച്ച് കൺഫ്യൂസ്ഡ് ആയി പോയി തോന്നുന്നു എല്ലാവരും. ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ, ഇത് 0.016 എന്ന് പറയുമ്പോൾ ഏതാ വാല്യൂ? അത് MU/FCK വാല്യൂ ആണോ?
Okay. So see here. So we have നമ്മളൊരു റിവേഴ്സ് പ്രോസസ്സാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ നമ്മൾ പി ബൈ എഫ് സിക്ക് വാല്യൂ ഇസ് 0.5. സോ 0.5 എന്നുള്ളൊരു ലൈൻ ഇങ്ങനെ വരച്ചിടുക. ഓക്കെ, പി ബൈ എഫ് സി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് അറൗണ്ട് 0.073. സോ 0.073 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് കർവ് വിൽ ബി ഇതാണ് 0.06. 0.06 കഴിഞ്ഞ് കഴിഞ്ഞാൽ 0.08 ആണ് വരുന്ന കർവ്. ഓക്കെ, സോ ഏകദേശം ഇതിന്റെ നടുക്കിലായിട്ടായിരിക്കും വരിക ഒരു കർവ് ഇങ്ങനെ പോയിന്റ്. ഓക്കെ, ഇങ്ങനെ വരും. സോറി, ഇങ്ങനെ ഏകദേശം ഇങ്ങനെ വരും. ഇങ്ങനെ ഒരു കേർവ്, ഇതിന്റെ ഇങ്ങനെ ആയിരിക്കും ഇവിടെ കേർവ് വരിക. ഓക്കെ, സോ കേർവ് ഇങ്ങനെ പോവും. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഈ ഒരു പോയിന്റ് അല്ലേ, ഈ ഒരു പോയിന്റ് ഞാൻ താഴത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് എൻ്റെ എം യു ബൈ എഫ് സി കെ വാല്യൂ. ഈ വാല്യൂ ആണ് ഞാൻ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്, എം യു ബൈ എഫ് സി കെ വാല്യൂ. Okay, so this is my MU base. ഇത് എത്ര വരും നോക്കുക ഏകദേശം. So this will be around, so this is 0.05. Okay, ഇത് 0.05 ആണ്. So this is around approximately 0.06 ആയിരിക്കും ആ വാല്യൂ വരുന്നത്. Okay, so this is 0.05. ഇതാ ഈ വാല്യൂ that is 0.05 ആണ്. ഇത് 0.06 ആയിരിക്കും. Okay. ഓക്കെ, സോ അതാണ് എം യു ബൈ എഫ് സി കെ ബി ഡി സ്ക്വയർ. സോ എം യു ബൈ എഫ് സി കെ ബി ഡി സ്ക്വയർ എന്നുള്ള വാല്യൂ ഫ്രം ദ SP16 ചാർട്ടിൽ നിന്ന് എനിക്ക് കിട്ടി 0.065 സംതിങ്, 0.065 എന്നുള്ള ഒരു വാല്യൂലേക്ക് ഞാൻ അറൈവ് ചെയ്ത് വന്നു. ഓക്കെ, ആൻഡ് ഫ്രം ദിസ് ഐ വിൽ ഫൈൻഡ് ഔട്ട് എം യു എക്സ്. സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.065 ഇൻറ്റു എഫ് സി കെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എഫ് സി കെ എന്ന് പറഞ്ഞാൽ 25B ഇൻറ്റു ഡി സ്ക്വയർ. So I will get a uniaxial moment capacity of 234 kilonewton meter. കിട്ടിയോ? മനസ്സിലായോ എല്ലാവർക്കും? എല്ലാവർക്കും കിട്ടിയോ? പ്ലീസ് റെസ്പോണ്ട്. ഒന്നും കൂടെ പറയണോ? മനസ്സിലായില്ലേ? അപ്പൊ എത്ര കിട്ടി നിങ്ങക്ക്? 198. ഓക്കെ, 198 കിലോ ന്യൂട്ടൺ മീറ്റർ അല്ലേ? ഓക്കെ, എഴുതിക്കോ. നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ അല്ല അതേപോലെ എഴുതിക്കോ. എല്ലാവരുടെയും വാല്യൂ ഡിഫറെന്റ് ആയിരിക്കും. വാല്യൂ ആരും മാറ്റാൻ നിൽക്കരുത്. ഓക്കെ, സോ അതുപോലെ അപ്പം എക്സ് ഡയറക്ഷനിൽ വരുന്ന മാക്സിമം മൂവ്മെന്റ് അതാണ് യൂണി ആക്സിൽ. ആ ഒറ്റ ഡയറക്ഷൻ വരുന്ന മാക്സിമം മൂവ്മെന്റ് കപ്പാസിറ്റി യു ആർ കാൽക്കുലേറ്റഡ് ആസ്, നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ എത്രയോ അത് നിങ്ങൾ എടുത്ത് എഴുതുക. കിട്ടിയില്ലേ? ഇനി നെക്സ്റ്റ് ഈ സെയിം പാറ്റേണിൽ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് uniaxial moment capacity in the y direction. Okay, ഈ സെയിം പാറ്റേണിൽ തന്നെ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ യൂണിആക്സിയൽ മൊമെന്റ് കപ്പാസിറ്റി ഇൻ y direction. അത് y ഡയറക്ഷനിൽ വരാവുന്ന മാക്സിമം മൊമെന്റ് കപ്പാസിറ്റി എത്ര എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സെയിം പ്രൊസീജിയർ തന്നെ. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ റേഷ്യോ ഡി ഡാഷ് ബൈ ഡി. ഡി ഡാഷ് ബൈ ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയോ? ഡി ഡാഷ് ബൈ ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം എന്താ? y ഡയറക്ഷൻ ആണ്.
Okay, it is y direction. So d dash എന്ന് പറയുമ്പോൾ 60, d എന്ന് പറയുമ്പോൾ എത്ര വരുന്നത് 600 ആയി. അതായത് y ഡയറക്ഷനിലെ ഡയമെൻഷൻ ആണ് എടുക്കുക. നേരത്തെ നമ്മൾ എടുത്തത് എത്ര എക്സ് ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പൊ എക്സ് ഡയറക്ഷനിൽ 600 തന്നെയാണ് വരുന്നത്. പക്ഷെ വൈ ഡയറക്ഷൻ ഇറ്റ് ഇസ് ഡിഫറെന്റ്. വൈ ഡയറക്ഷൻ ഇത് 400 ആണ് അല്ലേ? നമ്മളിങ്ങനെയല്ലേ പ്ലോട്ട് ചെയ്യുന്നത്? ദിസ് ഇസ് 400 into 600. സോ വൈ ഡയറക്ഷനിൽ വരുന്ന ഡയമെൻഷൻ എത്രയാ? y direction വരുന്ന dimension is 400. Okay, so you have to take 400. Okay, അത് കഴിഞ്ഞു. പിന്നെ p by f c k b into d, അതിൽ വലിയ മാറ്റമൊന്നുമില്ല കാരണം ലോഡ് നമുക്ക് സെയിം ആണ്. അത് ഓക്കെ. p by f c k അതും വലിയ മാറ്റമൊന്നുമില്ല. നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ എത്രയോ അത് തന്നെ എടുത്തെഴുതുക. അതും മാറുന്നില്ല. ആ കൂടെ d dash by d മാത്രം മാറുന്നുള്ളൂ. അപ്പൊ d dash by d മാറിക്കഴിഞ്ഞാൽ എന്ത് മാറും? ചാർട്ട് മാറും. ഓക്കെ, സോ ചാർട്ട് ഈസ് ഡിഫറെന്റ്. ഓക്കെ, പിന്നെ അപ്പൊ നമ്മൾ ഇത്രയും നേരം എടുത്ത് ചാർട്ട് ചെയ്ത ചാർട്ട് ISP16 ചാർട്ട് 44 ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ ബാക്കി എല്ലാ സംഭവം സെയിം തന്നെ FI ആണ്, പക്ഷെ നമ്മുടെ ചാർട്ട് മാത്രമാണ് ജസ്റ്റ് മാറിപ്പോയത്. അപ്പൊ നമ്മൾ നോക്കുക d dash by d ചാർട്ട് ഏതാ വരുന്നത് നോക്കുക. SP16 എടുക്കുക. SP16 അവിടെ ഇതാണ് SP16. സോ ദിസ് ഈസ് SP16. ഇവിടെ d dash by d is 0.15. അപ്പോൾ 0.15 ആണെങ്കിൽ നമുക്കത് പറ്റില്ല. സോ നെക്സ്റ്റ് അടുത്ത ചാർട്ട് നോക്കൂ. d dash by d is 0.15. ഓക്കെ അല്ലേ? സോ യു ക്യാൻ ടേക്ക് ദിസ് ചാർട്ട്. അപ്പോൾ നമുക്ക് വൈ ഡയറക്ഷനിലെ മൊമെന്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി യു ക്യാൻ ചൂസ് ചാർട്ട് 45. അപ്പോൾ ഇവിടെ ബാക്കി എല്ലാം ഓക്കെയാണ്. റീഇൻഫോഴ്സ്മെന്റ് ഓൺ 4 സൈഡ്സ് ആണ്. FI 415 ആണ്. ചാർട്ട് ഈസ് ഈക്വൽ ടു d dash by d. ഓക്കെ, ഇനി ഈ ചാർട്ടിൽ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് mu by FCK b into d. എങ്ങനെ കണ്ടുപിടിക്കാം? സെയിം പ്രൊസീജിയർ തന്നെ, വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും ഒന്ന് കണ്ടുപിടിച്ചേ, ഞാനും കണ്ടുപിടിക്കാം. എവിടെ? കിട്ടും എല്ലാവർക്കും? എത്ര വന്ന? നിങ്ങൾക്ക് എത്ര വാല്യൂ എത്ര വന്നേ? ഇവിടെ അതേപോലെ തന്നെ ഇതാണ് പോയിന്റ്. പി യു ബൈ എഫ് സിക്ക് വാല്യൂ വ്യത്യാസമൊന്നുമില്ല. സോ 0.5 എന്നുള്ള ചാർട്ട് ഇങ്ങനെ വരയ്ക്കാം. പി ബൈ എഫ് സിക്ക് അതും വലിയ വ്യത്യാസമൊന്നുമില്ല. 0.73. സോ ദാറ്റ് വിൽ ബി അറൌണ്ട് ഇങ്ങനെ ഒരു ചാർട്ട് വരും. സോ ദ ചാർട്ട് വിൽ ബി ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് ആ കർവ് പോവുക. ഈ രണ്ട് കർവ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ഇതിൽ നമ്മൾ താഴത്തേക്ക് നേരെ പ്ലോട്ട് ചെയ്യാം. പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ mu by FCK BD സ്ക്വയറിന്റെ വാല്യൂ. ഓക്കെ, സോ വി ക്യാൻ കാൽക്കുലേറ്റ്. ഇതാണ് 0.05 ആയിട്ട് വരുന്നത്. ഓക്കെ, 1. സോ ദിസ് ഈസ് 0.05. അപ്പം ഇതിന്റെ ഇപ്പുറത്തേക്ക് വരുന്ന വാല്യൂ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഏകദേശം എത്ര വരുന്ന? ചാർട്ട് നമ്പർ 45 ഏകദേശം 0.06 തന്നെ വരും. അല്ല, ഇതാണ് 0.5, 0.05. അപ്പൊ കറക്റ്റ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് 0.05. ഇതാണ് 0.05 എന്നുള്ള വാല്യൂ. അപ്പൊ ഏകദേശം ഇതിന്റെ ഇപ്പുറത്തായിട്ട് വരുന്നത് രണ്ട് ഡിവിഷൻ എടുത്തു കഴിഞ്ഞാൽ ചാർട്ട് കുറച്ച് ക്ലിയർ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ 0.06 mu by FCK BD square is equal to എത്ര വരും? So this value will be around 0.06 വരും. ഓക്കെ, 0.06 വരും. അവിടെ അടുത്ത് എഴുതുക 0.06 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എം യു ഇസ് ഈക്വൽ ടു 0.06 ഇൻറ്റു 25 ഇൻറ്റു ബി ഡി സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 144 10⁻⁶ ന്യൂട്ടൺ mm. കിലോ ന്യൂട്ടണിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ 144 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ യു ഫൈൻഡ് ഔട്ട് യൂണി ആക്സിയൽ മൊമെന്റ് കപ്പാസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ വൈ ഡയറക്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് എത്ര വാല്യൂ കിട്ടുന്നത് ജസ്റ്റ് എല്ലാവരും ഒന്ന് മെസ്സേജ് ചെയ്തേ, എല്ലാവരും പെട്ടെന്ന് പോസ്റ്റ് ചെയ്തേ എത്ര നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ എന്നുള്ളത്. കണ്ടുപിടിച്ചല്ലാതെ SP16 ഒരു റിവേഴ്സ് പ്രോസസ്സാണ് ചെയ്യുന്നത്. ഫാസ്റ്റ് എല്ലാവരും വേഗം ഒന്ന് കണ്ടുപിടിക്കണേ. ചെയ്തോ എല്ലാരും? എല്ലാവരും വാല്യൂ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യാം കേട്ടോ, ചെയ്ത് കഴിഞ്ഞാൽ. കഴിഞ്ഞോ? ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, 132. ഓക്കെ, വാട്ട് അബൌട്ട് ദ ഗേൾസ്? ഗേൾസിനൊന്നും റെസ്പോൺസ് ഇല്ലല്ലോ. ഓക്കെ, അടുത്ത് നെക്സ്റ്റ്. ഒമ്പത് 9:30 ടൈം. 9 വരെയല്ലേ ക്ലാസ്? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ലാസ്റ്റ് ചെറിയൊരു പോർഷൻ ഉള്ളൂ, കുറച്ച് എളുപ്പമാണിത്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്. നമ്മൾ ജസ്റ്റ് ഒരു ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ചെക്ക്. ഓക്കെ, സോ ദിസ് ഈസ് അവർ ചെക്ക്. MUX നമ്മൾ ചെയ്യുന്ന ഈ കറക്ഷൻസ് ഒക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെല്ലാം ശരിയാണോ അല്ലേന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നോക്കൂ, ഈ ഒരു ചെക്ക് കറക്റ്റ് ആയി കഴിഞ്ഞാൽ യു ക്യാൻ സേ ദാറ്റ് MUX ഡിവൈഡ് ബൈ MUX1 ഓൾ റേസ് ടു ആൽഫ n പ്ലസ് MUY ഡിവൈഡഡ് ബൈ MUY1 ഓൾ റേസ് ടു ആൽഫ n ലെസ് ദാൻ 1
ആണെന്നുണ്ടെങ്കിൽ എന്താണ് കറക്റ്റാണ്, അല്ലെങ്കിൽ ഒന്ന് റീഡിസൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ചെക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ആവശ്യമുണ്ട്. അത് നമുക്കിവിടെ ആൽഫ എൻ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കേണ്ട. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് വലിയ പ്രൊസീജിയറാണ്. എഴുതിക്കോളൂ. സ്റ്റെപ്പ് നമ്പർ 7, കാൽക്കുലേഷൻ ഓഫ് ആൽഫ എൻ. സ്റ്റെപ്പ് നമ്പർ 7, കാൽക്കുലേഷൻ ഓഫ് ആൽഫ എൻ. അപ്പം അതിന് വേണ്ടിയിട്ട് you have to take SP16 page number 104 clause 3.3. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഷോർട്ട് കട്ട് പോലെ പറഞ്ഞുതരാം. SP16 പേജ് നമ്പർ 104. SP16 പേജ് നമ്പർ 104 ക്ലോസ് 3.3 എടുക്കാട്ടോ. അത് തന്നെ പേജ്. ഓക്കെ, സീ ദിസ്. ഇത് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ ഫുൾ എഴുതിയിട്ടുണ്ട്. നോക്കൂ, ഇതാണ് നമ്മുടെ, നോക്കൂ, SP16 പേജ് നമ്പർ 104, പേജ് നമ്പർ 104 ക്ലോസ് 3.3. സി ക്ലോസ് 3.3 നോക്കിക്കഴിഞ്ഞാൽ കംപ്രഷൻ സബ്ജക്റ്റഡ് ടു ബയാക്സിയൽ ബെൻഡിങ്. സോ ബയാക്സിയൽ ബെൻഡിങ്ങിന്റെ കേസാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബയാക്സിയൽ ബെൻഡിങ്ങിന്റെ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. mu(x) ഡിവൈഡഡ് ബൈ mu(x1) ഹോൾ റേസ് ടു ആൽഫ n പ്ലസ് mu(y) ഡിവൈഡഡ് ബൈ mu(y1) ഹോൾ റേസ് ടു ആൽഫ n ഷുഡ് ബി ലെസ് ദാൻ, ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ തന്നിരിക്കുന്ന സംഭവം. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ, ദിസ് ഹാസ് ടു ബി സാറ്റിസ്ഫൈഡ്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്ത് കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം mu(x)ഉം mu(y1) എന്താ നോക്കാം. ഓക്കെ, സോ mu(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മൊമെന്റ് അബൌട്ട് എക്സ് ആൻഡ് വൈ ഡയറക്ഷൻ ഡ്യൂ ടു ഡിസൈൻ ലോഡ്സ്. അപ്പൊ നമ്മൾ ഡിസൈൻ ലോഡ് കാരണം ഉണ്ടാവുന്ന മൊമെന്റ് ആണ് mu(x)ഉം mu(y)ഉം. ഇനി mu(x1)ഉം mu(y1) എന്നാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച യൂണി ആക്സിയൽ മൊമെന്റ് കപ്പാസിറ്റി. ഓക്കെ, എക്സ് ഡയറക്ഷനിലെയും വൈ ഡയറക്ഷനിലെയും യൂണി ആക്സിയൽ മൊമെന്റ് കപ്പാസിറ്റിയാണ് mu(x1)ഉം mu(y1)ഉം. ഇനി ആൽഫ എൻ. സോ ആൽഫ എൻ എന്ന് വെച്ചാൽ അതൊരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ആൽഫ എൻ ഇസ് എ കോൺസ്റ്റന്റ് വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ PU/PZ. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. നോക്കൂ, ആൽഫ എൻ ഇസ് ആക്ച്വലി എ കോൺസ്റ്റന്റ് വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ PU/PZ എന്ന് പറയും. ഇനി അപ്പൊ നമ്മൾ ചോദിക്കും വാട്ട് അതിന്റെ തൊട്ട് താഴെ യു ക്യാൻ സി എ ചാർട്ട്. PU/PZ ആൽഫ എന്നിന്റെ ഒരു ചാർട്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ ഒരു ചാർട്ടിൽ നിന്നാണ് യു ക്യാൻ ടേക്ക് ദ വാല്യൂ ഓഫ് ആൽഫ എൻ. ഓക്കെ, meanwhile we'll take attendance. എല്ലാവരും അറ്റൻഡൻസ് പറയണേ. അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നാളത്തെ ക്ലാസ്സോടുകൂടി തീരും. നാളെയും കൂടെ നമുക്ക്, നാളെയല്ല ഇനി തിങ്കളാഴ്ച കൊണ്ട് നമുക്ക് തീർക്കാം. അഭിരാമി, എല്ലാവരും മൈക്ക് ഓൺ ചെയ്തിട്ട് അറ്റൻഡൻസ് പറയണേ. അഭിരാമി, ആദർശ്, ആകാശ് CK, അക്ഷയ് PK, അക്ഷയ K, അക്ഷയ PP, അഞ്ജുഷ അനിൽ, ആര്യ ശശിധരൻ, അസനു, ആതിര TV, അതുന K, ഡാനിഷ് അലി, ധന്യ PM, സഹല, സർണ, തൻസില, ഗോപൻ, ജയറാം, ജോഷുവ, മുഹമ്മദ് അഷറഫ്, സിജിൻ,
Present, miss. Rishil, Present. Sandra Casey, Sandra Present, Vasudevan, miss. Sandra Present, miss. Vasudevan, Present, miss. Shafna Fatima, Present, miss. Shamjas Kitty, Sri Lakshmi Nambiar, Present, miss. Shreya VK, Tadagat, Present, miss. Usman, Vipilesh, Present, miss. Vibin Raj, Present. Vismaya, Present, miss. Anaka, Miss. Anavama KV, Present, miss. Muhammad AP. Present. Okay, so absentees are Asanu, Danish Ali, Fatimat Saila, Zarna, Shamjas, Tadagat, Usman. Yeah. അതിൻ്റെ ഇടയ്ക്ക് ആരെല്ലാം പ്രസന്റ് ഉണ്ട്? ആരുള്ള? ഡാനിഷ് അലി പ്രസന്റ് ആണ്, ജോഷോ പ്രസന്റ് ആണ്, സർണ പ്രസന്റ് ആണ്. പിന്നെയോ? ഓക്കെ, അപ്പം തഥാഗതൊക്കെ ആബ്സെന്റ് അല്ലേ? തഥാഗത് ഇന്നലെ ആബ്സെന്റ് ആയിരുന്നല്ലോ. ഓക്കെ, ഷംജാസും പ്രസന്റ് ആണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ റൈറ്റ്. ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് പ്രോബ്ലം കുറച്ച് സ്ലോ ആണ് പോകുന്നത്. കാരണം ഇതിന്റെ ഒരു ബേസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോബ്ലം കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് പോകാം. കാരണം ഇതിന്റെ ബേസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പ്രോബ്ലം നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ താങ്ക് യു.